Hi all, welcome to Magical Mentor. In this lecture, we will understand what is a wave winding. In the previous lecture, we saw that what is a lap winding in detail. So please watch that video before watching this. So let's start what is a wave winding. വേവ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്ക് ഓപ്പൺ വൈൻഡിങ് ആണെന്ന് പറയാം. ലാപ്പ് വൈൻഡിങ് ക്ലോസ്ഡ് വൈൻഡിങ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ എക്സ്പ്ലനേഷൻസും നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഇവിടെ വേവ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഓപ്പൺ വൈൻഡിങ്. നമുക്കതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കണ്ടോ, ഇതാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ആണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കോയിൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഇത് ഫസ്റ്റ് കോയിലാണ് ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്നത്. ലാപ്പ് വൈൻഡിങ്ങിലാണെങ്കിൽ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ വന്നാണ് എൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു. ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ നിന്ന് ഒരു കോയിലിൻ്റെ സൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്ന് എൻഡ് ചെയ്യുന്നത് ഇത്തിരി ദൂരെ കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലായിരിക്കും. ഇതുപോലെ തന്നെ ആണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ ലാപ്പ് വൈൻഡിങ് പോലെ അടുത്തടുത്ത കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സിലല്ല കോയിൽസ് വന്ന് എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ. ഇത്തിരി കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വേവ് വൈൻഡിങ്ങിലെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ വൈൻഡിങ് പ്രോഗ്രസ്സസ് ഇൻ വൺ ഡയറക്ഷൻ റൗണ്ട് വിത്ത് ആർമേച്ചർ ഇൻ എ സീരീസ് ഓഫ് വേവ്സ്. സോ ഇറ്റ് ഈസ് കോൾഡ് വേവ് വൈൻഡിങ്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വേവ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രക്ചറിലാണ് ഈ വൈൻഡിങ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കോയിൽസ് ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വേവ് വൈൻഡിങ് എന്ന് വിളിക്കാൻ കാരണം. പിന്നെ ഓപ്പൺ വൈൻഡിങ് എന്നും പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു 2. ഇവിടെ ആണെങ്കിൽ ഫിക്സഡ് നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ്. എത്ര നമ്പർ ഓഫ് പോൾസ് ഉള്ള മെഷീൻസ് ആണെങ്കിൽ കൂടി നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതൊരിക്കലും ചേഞ്ച് ആവില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 2. ഇനി ടോട്ടൽ സെഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉള്ള ഒരു മെഷീൻ ആണെന്ന് വെക്കുക. ടോട്ടൽ സെഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ആകെ 2 പാരലൽ പാത്തേ ഉള്ളൂ. സോ ടോട്ടൽ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടായാലും അത് ഈ 2 പാരലൽ പാത്തിലുമായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. സോ ഈച്ച് പാരലൽ പാത്ത് ഹാസ് സെഡ് ബൈ 2 നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ സീരീസ് എന്ന് നമുക്ക് പറയാം. കാരണം 2 പാരലൽ പാത്തേ ഉള്ളൂ. ഈ 2 പാരലൽ പാത്തിലും കൂടി എത്ര നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് സെഡ് ബൈ 2 നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് സീരീസ് ആയിട്ട് 2 പാരലൽ പാത്തിലുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും ഈ വേവ് വൈൻഡിങ് മെഷീനിൽ. ഇനി ജനറേറ്റഡ് EMFനെ കുറിച്ചും കറണ്ടിനെ കുറിച്ചും നമുക്ക് പറയാം. ഇവിടെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ലാപ്പ് വൈൻഡിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ജനറേറ്റഡ് EMF എന്ന് പറയുന്നത് ടോട്ടൽ ജനറേറ്റഡ് EMF ഇൻ എ വേവ് വൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF പെർ പാരലൽ പാത്താണ്. ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം. 2 പാരലൽ പാത്തേ ഉള്ളൂ. അപ്പോൾ ആ 2 പാരലൽ പാത്തിൽ ഇപ്പം ഒരു പാരലൽ പാത്തിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആയിരിക്കും ടോട്ടൽ ജനറേറ്റഡ് EMF എന്ന് പറയുന്നത്. അത് ഈക്വൽ ആയിരിക്കും, കാരണം പാരലൽ അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കൂടുതലാണ്. ഓരോ നമ്മുടെ പാരലൽ പാത്ത് എടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു ടോട്ടൽ എത്ര നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ട് ഈ 2 പാരലൽ പാത്തിലായിരിക്കും കൊടുക്കുന്നത്. സോ സെയിം നമ്പർ ഓഫ് പോൾസ് ഉള്ള മെഷീൻ്റെ ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് അല്ലെങ്കിൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത് എന്ന് പറയുന്നത് വേവ് വൈൻഡിങ്ങിൽ കൂടുതലായിരിക്കും. സോ വോൾട്ടേജ് പെർ കണ്ടക്ടർ എന്ന് പറയുന്നത് വേവ് വൈൻഡിങ്ങിൽ ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വോൾട്ടേജ് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസുലേഷൻ്റെ കാര്യങ്ങളും ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ലെസ്സർ ഇൻസുലേഷൻ മതി. അതുകൊണ്ട് തന്നെ എത്ര വോൾട്ടേജ് വേണോ ഇതിന് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. കാരണം കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് ഇതിന് ക്യാരി ചെയ്യാൻ പറ്റും. സോ നമുക്ക് വേവ് വൈൻഡിങ് മെഷീൻസിനെ ഹൈ വോൾട്ടേജ് മെഷീൻസ് എന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റും. ഇനി കറണ്ട് പെർ പാരലൽ പാത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് IA/2. IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട് ആണ്. ഇതൊക്കെ ലാപ്പ് വൈൻഡിങ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ കറണ്ട് പെർ പാരലൽ പാത്ത്, ഒരു പാരലൽ പാത്തിലെ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് 2 ആണ്. സോ ആർമേച്ചർ കറണ്ട്, ടോട്ടൽ ആർമേച്ചർ കറണ്ട് ഡിവൈഡ് ബൈ 2 ആയിരിക്കും ഒരു പാരലൽ പാത്തിലെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കറണ്ട് ഇൻ എ കണ്ടക്ടർ വെൻ കമ്പയർ ടു ലാപ്പ് വൗണ്ട് മെഷീൻ എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് പോൾസ് ഉള്ള ലാപ്പ് വൗണ്ട് മെഷീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
കറണ്ട് ഇൻ എ കണ്ടക്ടർ എന്ന് പറയുന്നത് ഈ കേസിൽ കൂടുതലാണ്. കാരണം 2 പാരലൽ പാത്തേ ഉള്ളൂ. എത്ര എമൗണ്ട് ഓഫ് കറണ്ട് വന്നാലും ഈ 2 പാരലൽ പാത്തിൽ കൂടെ ഇത് പാസ് ചെയ്ത് പോകാൻ വഴിയുള്ളൂ അതിന്. അതുകൊണ്ട് തന്നെ പെർ കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ കമ്പയർഡ് ടു ലാപ്പ് വൗണ്ട് മെഷീൻ കറണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് വരുന്നത്. സോ നമുക്ക് ഹെവി കറണ്ട് ഉള്ള ഓപ്പറേഷൻസ് ഈ ഒരു വേവ് വൈൻഡിങ് മെഷീൻസ് വെച്ച് പറ്റത്തില്ല. സോ നമ്മൾ ഇതിനെ ബേസിക്കലി പറയുന്നത് ലോ കറണ്ട് മെഷീൻസ് എന്നാണ് പറയുന്നത്. ലോ കറണ്ട് ആപ്ലിക്കേഷൻസിന് ഈ വൈൻഡിങ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൈ വോൾട്ടേജ് മെഷീൻസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ലോ കറണ്ട് മെഷീൻസ്. ഓക്കെ, നമുക്ക് വേവ് വൈൻഡിങ്ങിനെ കൺക്ലൂഡ് ചെയ്ത് പറയാം, ഇറ്റ് ഈസ് എ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് മെഷീൻ. അപ്പോൾ വേവ് വൈൻഡിങ് യൂസ് ചെയ്യുന്ന ഡി സി മെഷീനിനെ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് അല്ലെങ്കിൽ HVLC മെഷീൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് വേവ് വൈൻഡിങ്ങിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഫോർ എ ഡി സി മെഷീൻ, ഇപ്പോൾ നമ്മൾ 2 വൈൻഡിങ് പഠിച്ചു കഴിഞ്ഞു, ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും പഠിച്ചു കഴിഞ്ഞു. ജനറലായിട്ട് എല്ലാ ഡി സി മെഷീൻസും ലോ വോൾട്ടേജ് മെഷീൻസ് ആണ്. ഡി സി മെഷീൻസ് എല്ലാം ലോ വോൾട്ടേജ് മെഷീൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പഠിച്ച 2 വൈൻഡിങ് മെഷീൻസ് എടുത്ത് നോക്കിയാലും, വേവ് വൈൻഡിങ് മെഷീൻ ആയാലും ലാപ്പ് വൈൻഡിങ് മെഷീൻ ആയാലും എടുത്തു നോക്കിയാൽ ലോ വോൾട്ടേജ് മെഷീൻസ് എന്ന് പറയുന്നത് ലാപ്പ് വൈൻഡിങ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഡി സി മെഷീൻസ് ലാപ്പ് വൗണ്ട് മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ബിക്കോസ് ബേസിക്കലി ഡി സി മെഷീൻസ് ആർ ലോ വോൾട്ടേജ് മെഷീൻസ്. അതുകൊണ്ടാണ് നമ്മൾ ലാപ്പ് വൗണ്ട് മെഷീൻ യൂസ് ചെയ്യുന്നത് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ചില സമയങ്ങളിൽ നമുക്ക് ഹൈ വോൾട്ടേജ് പേർപ്പസിന് വേണ്ടിയിട്ടൊക്കെ വേവ് വൈൻഡിങ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കോമൺലി യൂസ് ചെയ്യുന്നത് ലോ വോൾട്ടേജ് മെഷീൻസ് ആണ്, ദാറ്റ് ഈസ് ലാപ്പ് വൗണ്ട് മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.